ഇത്തവണ നബിദിനും ഓണമൊക്കെ വന്നെത്തി. അപ്പോൾ രണ്ടെണ്ണത്തിനും ഒരേപോലെ ഗുണമുള്ള നമ്മുടെ അടിപൊളി പായസം നമുക്ക് തയ്യാറാക്കാം കേട്ടോ. പിന്നെ ഒരു സീക്രട്ട് പറഞ്ഞുതരാം, ഇതിനെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും ചെയ്യും. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട കേട്ടോ. അപ്പം നമുക്കിത് ഒരു ഉരുളെടുക്കാം, അതിലേക്ക് നമ്മുടെ അണ്ടി കിസ്മിസ് ഇട്ടെടുക്കാം. ഇനി ഞാനിതിലേക്ക് 2 കപ്പ് പാലാണ് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് എൻ്റെ പിഷ്കത്തിനത്തിനായിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇതിന് എന്തിനാണ് വെള്ളം ചേർത്തതെന്ന് ഞാൻ പിന്നീട് പറഞ്ഞുതരാം കേട്ടോ. ഈ ഒരു പാലൊന്ന് തിളയ്ക്കുന്ന സമയത്തേക്ക് ഇനി അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ചേർത്ത് ഈ പാലൊന്ന് തിളയ്ക്കുന്ന സമയത്തേക്ക് ഇത് നമ്മുടെ സാവുനരി ചവ്വരി എന്നൊക്കെ പറയും, ഇതൊന്ന് നാം വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് പ്രശ്നം, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞാൽ നമ്മുടെ പായലിങ്ങോട്ട് തിളച്ചു പോന്തും. അപ്പോൾ നമ്മുടെ നേരത്തെ വെച്ചിരിക്കുന്ന സേമിയ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പം വറുത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ കുക്കാവുന്നുണ്ട് കേട്ടോ. പിന്നെയുള്ള വലിയ പ്രോസസ്സ് എന്ന് പറയുന്ന സംഭവം ഇതിനാണ് മക്കളെ. നമ്മൾ എന്ത് പണിയുണ്ടെങ്കിലും മാറ്റി നിൽക്കുക. എന്നിട്ട് ഇത് ഇളക്കൽ. ഈ ഇളക്കൽ അടി പിടിക്കാതെ ഇളക്കണം കേട്ടോ. അതേപോലെ അടി ഇളക്കി ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ വെച്ചിരിക്കുന്ന ചവ്വരി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ലോണം മിക്സ് ആവാം. നേരത്തെ ഞാൻ വെള്ളം ചേർത്ത് എത്ര നന്നായി, കാരണം എന്താണെന്നറിയോ, ഈ ഒരു സംഭവം ഇടുമ്പോൾ ഇത് കുറുകി വരും. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കുക. അപ്പം നമ്മുടെ പായസം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. അപ്പോൾ ഈ ഓണത്തിനും നബിദിനത്തിനും നിങ്ങൾക്ക് ഒരേപോലെ ഗുണപ്പെടുന്ന സംഭവമാണ്. അല്പം ഉപ്പും ഏലക്കപ്പൊടിയും ഉണ്ടെങ്കിൽ സംഭവം സൂപ്പർ.